ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സാമ്പാർ പൊടിയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മൾ ഇന്ന് ആ പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങാക്കായ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാർഡൻ ഫ്രഷ് മുരിങ്ങാക്കായാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് പണിയുള്ള കാര്യമാണല്ലോ. പക്ഷേ ഈ ഒരു പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വെറും 15 മിനിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് പരിപ്പൊന്നും വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ ഇതാണ്. അപ്പോൾ ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അതായത് വെണ്ട, കുറച്ച് നമ്മുടെ മുരിങ്ങാക്കായ്, ഒരു പച്ചക്കായ്, 2-3 പച്ചമുളക്, ഒരു വഴുതന, ഒരു തക്കാളി, ഒരു സവാള, പിന്നെ 2 ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ സാമ്പാറിൽ കഷ്ണങ്ങൾ അരിയുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഭംഗി ഉണ്ടാവുക കാണാൻ, അല്ലേ? സാമ്പാറിൽ നമ്മൾ ഉള്ളിയും ഇതുപോലെ തന്നെ കുറച്ചൊന്ന് വീതിക്കിട്ട് കട്ട് ചെയ്യുക. അധികം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. പിന്നെ വഴുതനങ്ങയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. വഴുതനങ്ങയും തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് മാറ്റി വെക്കുക. കാരണം അതിന് അത്രയ്ക്ക് വേവ് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ആവശ്യത്തിനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയാണിത്. ഈ ചെറിയുള്ളി ഒരു 20 എണ്ണം വരെ നമ്മൾ എടുക്കണം. പിന്നെ വെളുത്തുള്ളി ഒരു 5-8 എണ്ണം വേണം. അപ്പോൾ ഇത് ഈ എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇത് നല്ല സോഫ്റ്റായി കിട്ടണം. ഈ ഒരു സാമ്പാറിലെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റും ടേസ്റ്റിൻ്റെ എസൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ടും കൂടെ ഉള്ള ഒരു വഴറ്റിയെടുത്തിട്ട് ഇത് എന്താ ചെയ്യുന്നത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ നല്ല പോലെ വഴറ്റിയെടുത്തിട്ട് മാറ്റി വെക്കുക. ഇത് കണ്ടില്ലേ, ഇതിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം ഇത് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് വെണ്ടയ്ക്കയും ഒരുപാട് അങ്ങ് വേവിച്ച് ചുക്കിച്ചുളിയൊന്നും വേണ്ട. ഇതും നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് രണ്ടും മാറ്റി വെക്കുക. ഇതേ പാനിലേക്ക് ഈ സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ പച്ചക്കായും പിന്നെ നമ്മുടെ ഈ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്നിട്ട് വഴറ്റൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൗഡറിൻ്റെ വീഡിയോ കാണാത്തവർ അത് എന്തായാലും കാണണം ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓളം സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പാർ എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ച് വേണം ഈ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാൻ. കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ചിട്ടും അത് നിങ്ങൾക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അതിങ്ങനെ നല്ല കൊഴുത്ത് കട്ടിയായി വരും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിക്കുക ആണ് ചെയ്യേണ്ടത്. ഇതാ കണ്ടില്ലേ, നല്ല കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായി മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മുരിങ്ങാക്കായ് ചേർത്ത് കൊടുക്കുക. കാരണം മുരിങ്ങാക്കായും കുറച്ച് വേവ് കുറവുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ തിളച്ചതിന് ശേഷം മുരിങ്ങാക്കായ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇല്ലേ, ഇത് ഞാനിപ്പോൾ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാളംപുളി കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിലെ പുളി എന്തായാലും നിർബന്ധമുള്ള സാധനമല്ലേ. അപ്പോൾ കുരുവൊക്കെ പോക്കിയിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. നമ്മുടെ സാമ്പാറിൻ്റെ ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റി എസൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന്
വേവിക്കുക. ആ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വഴുതനങ്ങയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് ഇനി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഇതും കൂടെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പച്ചക്കറികളെല്ലാം ഇതിൽ വെന്ത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വറവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാം. കുറച്ച് കടുക്, കുറച്ച് നല്ല ജീരകം, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ വറ്റൽ മുളക്, പിന്നെ മല്ലിച്ചപ്പ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ മല്ലിച്ചപ്പ് ചേർത്ത് കഴിഞ്ഞാലേ നമുക്ക് നല്ല കറക്റ്റ് ടേസ്റ്റിലുള്ള സാമ്പാർ കിട്ടുള്ളൂ. അതുകൊണ്ട് അതും ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇത് വറവിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇപ്പുറത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതാ നല്ല ചൂടായി വന്നിട്ടുണ്ട് എണ്ണ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്തിന് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ജീരകമൊക്കെ നമ്മുടെ സാമ്പാർ പൗഡറിൽ ഓൾറെഡി ഉണ്ട്. എന്നാലും ഇതൊരു കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് കരിഞ്ഞു പോവാതെ എടുത്തിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മല്ലിച്ചപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളിത് സെർവ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. കാരണം ആ സമയമാകുമ്പോഴത്തേക്കിലും ഇത് നല്ലപോലെ ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസ് സാമ്പാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. കുറച്ചൊന്ന് കഴിയുമ്പോഴാണ് സാമ്പാറിന് ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക അല്ലേ. സാമ്പാർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത്രയും നമ്മുടെ സാമ്പാറിന് പരിപാടിയുള്ളൂ. നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി സബ്ജിയൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് എളുപ്പം കഴിയും. അപ്പോൾ 15 മിനിറ്റും വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങളോട് പറയാണ്, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സെയിം ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഈ ഒരു സാമ്പാർ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ പരീക്ഷിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ 2 വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി സക്സസ് ആവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ തേങ്ങ വറുത്തരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾ ഇതിൽ തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ടെങ്കിൽ പൊടി യൂസ് ചെയ്യുന്നത് കുറച്ച് യൂസ് ചെയ്താൽ മതി. അതായത് പൊടി നിങ്ങൾ 3 ടേബിൾ സ്പൂൺ എടുക്കുന്ന അതിന് പകരം 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കായം കൂടുതൽ നല്ല ചുവയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതൊന്ന് കുറച്ച് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ഈ പൊടിയിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് വേറെ അതിലൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനത് ഉണ്ടാക്കി 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.